ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് സൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ എനർജി എന്താണെന്ന്. അതായത് ജൂൺ 15 എനർജി പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. പായൽ നമ്പർ 1 എനർജി, സൺഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, താങ്ക് യു. 9 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു ന്യൂസ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിഷസ് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഡയറിയിലായിരിക്കും. ചിലപ്പോൾ ഇത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ആഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഇവിടെ പോസിറ്റീവ് എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം വരുന്നുണ്ടാകാം. ഇവിടെ 4 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മെൻ്റൽ എനർജി, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ഒത്തിരി ടയേർഡാക്കി നിർത്തുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹെൽത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റുട്ടീൻ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യാനായിട്ട്, നന്നായിട്ട് ഉറങ്ങാനായിട്ട്, വിശ്രമിക്കാനായിട്ട്, റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ റിഫ്രഷ്ഡ് ആയിട്ട് വരാനായിട്ട്, കുറച്ചും കൂടെ ഒരു റീചാർജ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കെയർഫുള്ളി അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ദിവസം പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡം, നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം, അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള, ഹെൽത്തി അല്ലാത്ത, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്തി ബൗണ്ടറി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നെയ്ബർഹുഡ് ആയിരിക്കാം, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള എനർജീസ് ആയിരിക്കാം. അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള എനർജീസ്, ഫ്രണ്ട്ഷിപ്പ്, ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ട്രൂത്തും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്, അതും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മടിയുടെ എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടുള്ളൊരു മടിയായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഒത്തിരി അതിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണം, ഒത്തിരി എക്സ്ക്യൂസ് വരുന്നുണ്ടാകും. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ആവശ്യമുണ്ടോ, എന്താണ് ട്രൂത്ത്, സത്യം, അത് കുറച്ച് പേരോട് ഉൾക്കൊള്ളാനായിട്ടും പറയുന്നുണ്ട്. അതും ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ബാലൻസ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഗുഡ് ഫോർച്യൂണാണ്, ലക്ക് ഒത്തിരി നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. സ്ട്രെങ്ത്തിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തി മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഇത് ഫൊർഗീവ്നെസ്സിലായിരിക്കാം. ക്ഷമിക്കാനായിട്ടും ഒത്തിരി ശക്തി, ഒത്തിരി ബോൾഡായിട്ടുള്ള എനർജി ആവശ്യമാണ്. ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടും
കുറച്ച് പേര് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചില വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ട്, അവരുടെ സ്റ്റോറീസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേരെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലിയോ എനർജി, ചിങ്ങരാശിയുടെ എനർജിയും വരുന്നുണ്ട്. നിങ്ങൾ തേടിപ്പോകുന്ന കാര്യങ്ങൾ, കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സക്സസ്, വിക്ടറി, ഒരു വെളിച്ചം, കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. വേറെ എന്താണ്? ദ വേൾഡിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി പ്രൗഡ് മൂമെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി അഭിമാനം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. നിങ്ങളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. ഇതുവരെ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് സാധിക്കുമോ, പോസിബിൾ ആകുമോ, അങ്ങനെ ഡൗട്ട് ചെയ്തിരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഫൈനലി നിങ്ങൾക്ക് അവിടെ ഒരു വിക്ടറി, അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അത് നിങ്ങളെ സർപ്രൈസ്ഡ് ആക്കുന്നതായിരിക്കാം. അതിലൊത്തിരി അഭിമാനം നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രൈഡ്, ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ജോയ് ആയിട്ട്, സന്തോഷമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയും ആയിരിക്കും. അതും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഹാപ്പിനെസ്സിൻ്റെ എനർജി, 10 of Cupsൻ്റെ എനർജി, ഹോം ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുട്ടികൾ, അതുപോലെ തന്നെ ലവിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഇമോഷണൽ കണ്ടൻമെൻറ്റ്, അതായത് മനസ്സിനൊരു ആത്മസംതൃപ്തിയുടെ എനർജി കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു എനർജിയും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ്, ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്. ഒൺലി തിങ്, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ എനർജി എന്താണെന്ന്. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ജൂൺ 15ൻ്റെ എനർജി എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്? ഓക്കെ, ദ ലവേഴ്സ്. ഓക്കെ, 9 of Wands. Ace of Cups ആൻഡ് ഈഗോയുടെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഈഗോ വന്നേക്കുന്നത് കൊണ്ടിട്ട് പല സിറ്റുവേഷനും അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത വരുന്നതാണ്. എന്തെങ്കിലും ഒരു ഈഗോയുടെ ട്രാപ്പിൽ പെട്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് നിങ്ങളുടെ സന്തോഷം എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എനർജീസാണോ നിങ്ങളെ സഹായിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിലും ഒത്തിരി പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. അവരുടെ ആ ഒരു പ്ലേഫുൾ നേച്ചർ, ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട്, ഒത്തിരി ബാലൻസിൽ നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയതായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും ലൈഫിലോട്ട് വരുന്നത്. ഇവിടെ ലവേഴ്സ് ആൻഡ് 9 of Wandsൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ പറയുന്നത് അത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേരോട് ഇവിടെ 9 of Wandsൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ് കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഈശ്വരനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫിനോട് നിങ്ങൾ സഹായം ചോദിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നതാണ്.
അപ്പോൾ കുറച്ചും കൂടെ ബോൾഡായിട്ടിരിക്കാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീലിംഗ് എനർജിയാണ്. അതിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. എഗെയിൻ സ്ട്രോങ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പെട്ടെന്ന് ഡൗൺ ആയി പോകാതിരിക്കുക. നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത്, ഇമോഷണൽ സ്ട്രെങ്ത്ത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി വലിയ എമൗണ്ട്, ഒത്തിരി വലിയ എന്താ പറയുക പൈസ അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീസ് നിങ്ങൾ കടമായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ലവ്, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടു കൂടി കുറച്ചും കൂടെ നിങ്ങളുടെ ഹേർട്ട് സ്പേസിൽ ഇടം കൊടുക്കുന്ന ആ ഒരു എനർജീസ് കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 5 ഓഫ് സോഡ്സിൻ്റെ എനർജി, മൂണിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഫിയേഴ്സ്, പേടി, അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സറണ്ടറിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒത്തിരി വറി ചെയ്യുന്ന കാര്യങ്ങൾ, ഒത്തിരി ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എഗെയിൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഈശ്വരനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്, ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. അത് നിങ്ങളെ ബെറ്റർ ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട്, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന, പോസിറ്റിവിറ്റി നൽകുന്ന റൂട്ട്, ആ ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയുമാണ്. കുറച്ച് പേർക്ക് ഇവിടെ സഹായം കൊടുക്കാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ചാരിറ്റിയുടെ എനർജിയും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഇതുപോലെ വിഷമിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ പേടി, ഫിയേഴ്സ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. താങ്ക് യു. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഇവിടെ പ്രോഗ്രസിൻ്റെ എനർജിയാണ്. നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. എന്തെങ്കിലും സിറ്റുവേഷൻസ്, എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ട് പുതിയൊരു ഫ്രഷ് എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ സഡൻ ആയിരിക്കാം, പെട്ടെന്നുള്ള ഷിഫ്റ്റ് ആയിരിക്കാം, മാറ്റങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. കുറച്ച് പേർക്ക് ട്രാവൽ ആയിരിക്കാം, കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഓക്കെ, വേറെന്താണ്? 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെ ഹോം, ഫാമിലി, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയാണ്, അഗാധമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള, കലാപരമായിട്ടുള്ള എനർജീസാണ്. അവിടെയും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. ഫൈനൽ എനർജി നോക്കാം. ഓക്കെ, വിക്ടറിയുടെ എനർജിയാണ്. കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നേരിടാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പബ്ലിക് റെക്കഗ്നിഷൻ ആയിരിക്കാം, മറ്റുള്ളവർ നിങ്ങളുടെ എനർജി തിരിച്ചറിയുന്നതായിരിക്കാം. ഒത്തിരി നല്ല വാക്കുകൾ കുറച്ച് പേർക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജി, ഒത്തിരി സക്സസിൻ്റെ എനർജി, വിക്ടറിയുടെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഒൺലി തിങ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇമോഷണൽ എനർജി, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജീസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.